പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഇമ്മാനുവേൽ പ്രെയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ വളരെ പരിചിതമായ വിഷയമാണ്. മുന്തിരി ചക്കിലടുക്കൽ ഇരുന്നു കൊണ്ട് ഗോതമ്പ് വിതച്ചതായിരിക്കുന്ന ഗിദെയോനെ നോക്കിയ യഹോവയുടെ ദൂതൻ പറഞ്ഞു, ഈ ബലത്തോടെ പോകാൻ യഹോവ നിന്നോട് കൂടി ഉണ്ടാവും. ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. ഗിദെയോനിൽ തുടങ്ങിയതായ ശുശ്രൂഷയുടെ വ്യക്തികളെ വിവിധ പ്രവാചകന്മാരിലൂടെ, പ്രവാചക ശുശ്രൂഷകന്മാരിലൂടെ നമ്മൾ ചിന്തിപ്പാനിടയായി. ഒരു ദൈവദാസൻ എങ്ങനെയായിരിക്കണം, ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം, ആരാധന എങ്ങനെയായിരിക്കണം എന്നുള്ളതായ ചിന്തകളെ നമ്മൾ സവിസ്തരമായി ചിന്തിപ്പാൻ, അവർക്കുണ്ടായതായ അനുഭവങ്ങൾ, അപകടങ്ങൾ, അർത്ഥങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെയും സവിസ്തരമായി ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് യോനയെ കുറിച്ചാണ്. നിനവേലേക്ക് കടന്നു പോകാൻ പറഞ്ഞതായിരിക്കുന്ന ദൈവത്തിന്റെ ദാസനായ പ്രവാചകൻ. ആ ദൈവദാസൻ അവിടെ നിന്നും തർസീസിലേക്ക് പോകുന്ന കപ്പൽ കണ്ട് അതിൽ കയറുകയും ജീവിതത്തിൽ ഇതുവരെയും അത് കാണാത്ത, കേൾക്കാത്ത ഇടങ്ങളിലേക്ക് താൻ സഞ്ചരിക്കുകയാണ്. തന്നെ അതിലേക്ക് കൊണ്ടുപോകാൻ കാരണം തൻ്റെ വൈകാരികമായിരിക്കുന്ന ചിന്തകളാണ്, തൻ്റെ ഉള്ളിൽ വന്ന ഭയമാണ്, തൻ്റെ ഉള്ളിൽ വന്ന വേദനയാണ്. ഞാൻ നിലവിൽ കടന്നു എന്നാൽ എന്തായിരിക്കുമെന്നുള്ള ചിന്ത, അതുകൊണ്ടാണ് താൻ അവിടെ കിടന്നത്. എന്നാൽ ദൈവം തന്നെ മടക്കിക്കൊണ്ടുവരുവാൻ കാറ്റടിപ്പിച്ച് കടലിളക്കി അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ജനങ്ങളെ ഭീതിയിലാക്കി. അപ്പോൾ യോനയെ കണ്ടെത്തിയ യോനയെ തിരഞ്ഞെടുപ്പിടിച്ച് ആ യോന പറഞ്ഞു, ഇതെല്ലാം ഞാൻ മുഖാന്തരമാണ് സംഭവിക്കുന്നത്, എന്നെ കടലിലേക്ക് എറിയുക. ആ കടലിലേക്ക് എറിഞ്ഞതായിരിക്കുന്ന യോന കടൽ വിഴുങ്ങാൻ വേണ്ടി കടലിൽ നിന്നൊരു മത്സ്യത്തെ കൊണ്ടുവന്നു. ആ മത്സ്യം തന്നെ ഉദരത്തിൽ വഹിച്ച് 3 ദിവസക്കാലം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അതിവേഗം സഞ്ചരിക്കുകയും അതിവേദനകൾ കൊണ്ട് ഈ പ്രവാചകൻ അതിനുള്ളിൽ കിടന്ന് നിലവിളിച്ചു. വായിക്കുന്നെങ്കിൽ 2-ാം അധ്യായം താഴോട്ട് വായിക്കുന്നെങ്ങനെയാണ്? അവ അയ്യം വിളിച്ചു എന്നാണ്. എൻ്റെ മീരെ പുളകൾ ചുറ്റിക്കറങ്ങുന്നു എന്നാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വേദനകളെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ നൊമ്പരങ്ങളാൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നേർച്ചകളെ കഴിക്കും, ഞാൻ നേർന്നത് നിനക്കായിട്ട് ഞാൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ അനുതപിക്കുന്ന ഒരനുഭവമായി മാറി, കരയുന്ന അനുഭവമായി മാറി, ഏറ്റുപറയുന്ന അനുഭവമായി മാറി, മടങ്ങി വരുന്ന അനുഭവമായി മാറുവാൻ ഇടയായിത്തീർന്നു. അതെ, ജീവിതത്തിൽ തെറ്റുകളുണ്ടാകാം, കുറ്റങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം. പത്രോസ് പറഞ്ഞു, അയ്യോ യഹോവേ, നീ സകലതും അറിയുന്നു. ദാവീദ് പറഞ്ഞു, തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദാവീദ് കരയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. നാഥാൻ പ്രവാചകന്റെ മുമ്പിൽ വെച്ച് പറയുകയാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്. ഇവിടെയും തെറ്റുകളെ സമ്മതിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു വ്യക്തി. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടാകാം, കുറ്റങ്ങളുണ്ടാകാം, കുറവുകളുണ്ടാകാം, ബലഹീനതകളുണ്ടാകാം. അതിന്റെ മധ്യത്തിൽ നാം വ്യതിചലിച്ചു പോകുന്നവരായിട്ട് ആയിത്തീരാതെ നാം മടങ്ങി വന്ന യഹോവയുടെ സന്നിധിയിൽ തീരുമാനത്തോടെ നിൽക്കുന്നു എങ്കിൽ ഒരു വലിയ ശുശ്രൂഷ നമ്മുടെ കൈകളിലേക്ക് ദൈവം ഏൽപ്പിക്കും, നമ്മുടെ ഭവനത്തെ ഏൽപ്പിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കും. സകലത്തിനും ഒരു മാറ്റം ഉണ്ടാകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന വേളകളിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളിൽ വന്ന് ചൊരിയുവാൻ, വന്ന് കയറുവാൻ, വീണ്ടും വീണ്ടും ദൈവം നമ്മെ ശക്തീകരിക്കുവാൻ ഇടയാകേണ്ടതിനായി ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത് വരേണ്ടത് ആവശ്യമാണ്. ഒരു ദൈവദാസന് അറിഞ്ഞിരിക്കേണ്ട, ദൈവദാസ് ലഭിക്കപ്പെടേണ്ടതായ ചില അനുഭവങ്ങളും ശുശ്രൂഷകളുമുണ്ട്. ആ ദൈവദാസൻ ദൈവത്താൽ വിളിക്കപ്പെട്ടതായ ദൈവദാസൻ എങ്ങനെ ആയിരിക്കണം എന്നോ ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളുടെ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവദാസന്മാർ എങ്ങനെ ആയിരിക്കണം? 1, വിളിയുള്ളവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. വിളിയുടെ ചിറക് വിരിക്കപ്പെട്ടവരായി, ദൈവത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ ദൈവത്തിന്റെ ഒരു ചിറകായിട്ട് നിൽക്കുന്നവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ചിറകായിരിക്കണം. മനുഷ്യന്റെ അല്ല, മാനുഷിക നിലയിലല്ല, മനുഷ്യ ബന്ധങ്ങളിലല്ല, ദൈവത്തിന്റെ പ്രതിപുരുഷനായ ഒരു ചിറകുള്ള വ്യക്തിയായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ അങ്ങനെ കാണുകയാണ്. രണ്ടാമത്
സങ്കേതമായിരിക്കണം. ഒരു ദൈവത്തിന്റെ ദാസന്റെ മറ്റൊരു കാര്യമാണ് സങ്കേതമായിരിക്കണം. ദൈവത്തിന്റെ പ്രതിപുരുഷൻ മറ്റുള്ളവർക്ക് ആശ്രയിക്കുവാനും സങ്കടങ്ങൾ പറയുമ്പോൾ കേൾക്കുവാനും അവർക്ക് നമ്മുടെ അടുക്കിലേക്ക് വരുവാനും കഴിയുന്ന ഒരു സങ്കേതമായിരിക്കണം, ഒരു കോട്ടയായിരിക്കണം. അതെ, നമ്മുടേതായിരിക്കുന്ന വാതിലുകൾ, പ്രാർത്ഥനയുടെ വാതിലുകൾ തുറക്കപ്പെട്ടതായിരിക്കണം, സ്നേഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടതായിരിക്കണം, കരുണയും അതേ വാതിൽ തുറക്കപ്പെട്ടതായിരിക്കണം. അനുഭവങ്ങളാൽ നമ്മൾ മാറ്റപ്പെടേണ്ടവരാണ്. സങ്കീർത്തനം 57:1 നമ്മളുടേതായ ജീവിതത്തിൽ സങ്കേതത്തിന്റെ ചിറകായിരിക്കണം. കർത്താവിന് സ്തോത്രം. നമ്മൾ ഇന്ന് ഒരു വിശ്വാസി നമ്മുടെ അടുക്കൽ വന്ന് ഒരു കാര്യം പറയുമ്പോൾ, അവരുടെ പ്രയാസം പറയുമ്പോൾ, അത് നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നവരായിരിക്കണം. അങ്ങനെ നമ്മൾ ഒരു സങ്കേതമായിരിക്കണം എന്നാണ്. സങ്കേതത്തിന്റെ അനുഭവമുള്ളവരായി മാറണം. 3, നമ്മൾ വഹിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ചുമക്കുന്നവരായിരിക്കണം. 4 പേര് ഒരു പക്ഷക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് വന്നത് നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 4 പേര് ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ചുമക്കുന്നവരായിരിക്കണം നമ്മൾ. നമ്മുടെ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുന്നവരായിരിക്കണം, വേദനകളെ ചുമക്കുന്നവരായിരിക്കണം, സങ്കടത്തെ ചുമക്കുന്നവരായിരിക്കണം. ജീവിതത്തിൽ പലതും നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് ചുമക്കുവാൻ തക്കവണ്ണം അത് പ്രാപ്തരായി തീരുന്നവരായിരിക്കണം. അതായിരിക്കണം ഒരു ശുശ്രൂഷകന്റെ നിലവാരമെന്ന് പറയുന്നത്. നിലവാരവും അതായിരിക്കണം, അതിന്റെ ക്വാളിറ്റി അതായിരിക്കണം. ഏത് പ്രശ്നത്തെയും നമ്മുടെ തോളിൽ ഏറ്റുവാൻ കഴിയുന്നവരായിരിക്കണം. ഒരു പ്രയാസവുമായിട്ട് ഒരാൾ വരുമ്പോൾ അവരുടെ വേദനകളെ വഹിക്കുന്നവരായി മാറണം. യേശു പറഞ്ഞത് എന്താണ്? യേശു എന്താണ് പറയുന്നത്? നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളുടെ ഭാരങ്ങളെ വഹിക്കാം. അപ്പോൾ മറ്റുള്ളവർ ഭാരങ്ങളുമായി കടന്നു വരുമ്പോൾ, അവരുടെ വേദനകൾ പറയുമ്പോൾ, അവരുടെ സങ്കടം പറയുമ്പോൾ, അവർ തെറ്റുകളിലും കുറ്റങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരായിരിക്കാം. പക്ഷെ അവരെ നമ്മൾ ഒരിക്കലും അത് നിരാശപ്പെടുത്തുവാൻ പാടില്ല. ഇന്ന് പലപ്പോഴും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഏതെങ്കിലും ജീവിതത്തിൽ ആർക്കെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടുതൽ വേദനിപ്പിക്കുകയും അവരെ കൂടുതൽ തള്ളിക്കളയുകയും അവരെ കൂടുതലായിട്ട് ഉപേക്ഷിക്കുകയും അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു വരാതെ നാം ഓരോ പ്രിയപ്പെട്ടവരും എങ്ങനെ ആയിരിക്കണം? വഹിക്കുന്നവർ ആയിരിക്കണം. കർത്താവിന് സ്തോത്രം. അതിനാധാരമായിട്ടുള്ള വാക്യശകലം ആവർത്തന പുസ്തകം 12-ാം അധ്യായം 11-13 വാക്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 12-ന്റെ 34-ാമത്തെ വാക്യം കൂടിയാണ്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കുന്നവർ ആയിരിക്കണം. നല്ലൊരു ചുമട്ടുകാരനായിരിക്കണം. നല്ല ഒരു ലോഡിങ് തൊഴിലാളികളെ കണ്ടിട്ടില്ല, ഏത് ഭാരവും അവർ ചുമക്കും. ഇന്ന് ഒരു ലോഡിങ്ങുകാർ ഭാരമുള്ളതാണെന്ന് പറഞ്ഞിട്ടിട്ട് പോയിട്ടില്ല, അവർ ചുമക്കും. ഒരു തടിയിൽ വെട്ടുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്, തടി ലോറിയെ കെട്ടുന്നവരെ കണ്ടിട്ടുണ്ട്, ചുമന്ന് കൊണ്ടുപോകുന്നവരെ കണ്ടിട്ട്. ആരും വഴിയിട്ടിട്ട് പോകുന്നത് കണ്ടിട്ടില്ല. മരം മുറിച്ചിട്ട് അവിടെ ഇട്ടിട്ട് ആരും പോകുന്നില്ല, വെയിറ്റാന്ന് പറഞ്ഞ്. അവര് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്, അതിനുവേണ്ടി അവർ നിശ്ചയിക്കപ്പെട്ടവരാണ്, അത് ചുമക്കുവാൻ നിയോഗിച്ചു വന്നവരാണ്, അവർ സമർപ്പണത്തോടെ വന്നവരാണ്. അവർക്കറിയാം, ഇട്ടിട്ട് പോകുന്നവരല്ല. അതെ, 4 പേര് പക്ഷപാതക്കാരനെ കൊണ്ടുവരുമ്പോൾ പരിഹാസം കേട്ടു, നിന്ന കേട്ടു, അതേ മറ്റുള്ളവരുടെ മുമ്പിൽ അപവാദമുണ്ടായി. ഇവരെ കൊണ്ട് പോയിട്ട് എന്ത് കിട്ടാനാ, ഇവനൊരിക്കലും സൗഖ്യമാകത്തില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുടെ മുമ്പിൽ പറഞ്ഞു, ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് കണ്ടപ്പോൾ യേശു അവന്റെ കൊണ്ടുവന്നവരെ കണ്ടിട്ട് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നടക്കാൻ. നമ്മൾ വഹിക്കുന്നവരായിരിക്കണം. ഒരു ശുശ്രൂഷകൻ വഹിക്കുന്നവരായിരിക്കണം. ഈ പ്രവാചകനെ ദൈവം അതിനായിട്ട് ഏൽപ്പിച്ചത്. ആ ദൈവദാസൻ തന്റെ സൗഖ്യം കിട്ടി അവിടെ കടന്നു ചെന്നിട്ട് നിനവേ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു. അവിടെയുള്ളവരെല്ലാവരും ഉപസിച്ച് പ്രാർത്ഥിച്ചു, രാജ്യം മുഴുവൻ പ്രാർത്ഥിച്ചു. അവരുടെ രാജ്യം വിടുതൽ പ്രാപിച്ചു. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഇതിന് പര്യാപ്തമായിരുന്നു പ്രാർത്ഥന. നമുക്കും പ്രാർത്ഥന പര്യാപ്തമായി മാറുന്ന സമയം, വിടുതലിന്റെ സമയം, ഭവനത്തിന്റെ ആവശ്യങ്ങളിൽ വലിയ സംഭവമായിട്ട് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥനയോടെ കടന്നു വരുമ്പോൾ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിന്റെ അവകാശികളായിരിക്കുന്നുവെങ്കിൽ അവകാശത്തോടെ നമുക്ക് ചോദിക്കാം, കർത്താവേ നീ എന്നെ വിടുവിക്കണം, നീ എന്നെ സഹായിക്കണം, നിന്റെ വേലയ്ക്കായി നിന്റെ പ്രവൃത്തിക്കായി ഞാൻ നിൽക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കണം, ഞാനൊരു ജോലിയായിട്ട് നിൽക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കണം, ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്നെ അനുഗ്രഹിക്കണം. ദൈവികമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയായിത്തീരണം.
എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്തുതി എന്നുള്ള പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി കേൾക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി രോഗികളായി കഴിയുന്നവരെയും ആശ്വസിപ്പിക്കണം. ഭാരത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം ഉണ്ടാകണം, സമാധാനവും സന്തോഷവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും കർത്താവ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അനേക പ്രിയപ്പെട്ടവരുണ്ട്. ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നവര്, കുടുംബമായി പാർക്കുന്നവര്, പഠനവുമായി ബന്ധപ്പെട്ടവര്, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങളാലും ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം, മഹത്വമെടുക്കണം. രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി ചിന്തിക്കുവാനും സ്പർശിക്കുവാനും ഇടയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാൾക്ക് അത് അയച്ചു കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്ദേശങ്ങൾ അയക്കുക, മറുപടിക്കായി പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.